നമസ്കാരം. കൃഷ്ണ ജോസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് രാമേശ്വരത്ത് നിന്ന് ശ്രീപുരേഷ യാത്രയ്ക്കാണ്. നമ്മൾ തമിഴ്നാട് ഡയറീസിൻ്റെ ലാസ്റ്റ് എപ്പിസോഡാണ്. അപ്പം നമുക്ക് അടിച്ചു പൊളിച്ച് അത് മുന്നോട്ട് പോകാം. 5 ദിവസത്തെ യാത്ര കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. ചെറിയ ദൂരത്തിൽ നിന്ന് നമ്മുടെ 2 ദിവസത്തെ താമസം കൊണ്ട് അനുജനെ പോലെ ബന്ധമുണ്ടായ കാത്തിക്കുന്നവരും അവിടുത്തെ ജീവനക്കാരോടും ഒക്കെ എപ്പോഴെങ്കിലും തിരിച്ചു വരാമെന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇനി ഒരു 9 മണിക്കൂർ യാത്രയുണ്ട് തിരിച്ച് കേരളത്തിലേക്ക്. നമ്മൾ രാമേശ്വരത്ത് നിന്ന് തിരിച്ചു പോകുമ്പോഴാണ് പാമ്പൻ പാലത്തിൻ്റെ കാഴ്ചയുള്ളത്. അപ്പോൾ അതിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാമ്പൻ പാലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ വിശദമായി തന്നെ NH 244 വഴി ഏകദേശം 349 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിൽ ഡ്രൈവ് ചെയ്ത് നമ്മൾ പോകാൻ പോവാണ്. ഇങ്ങോട്ട് വരുന്ന വഴി പാമ്പമ്പാലത്തൂടെ വന്നു. പക്ഷെ എഴുത്തായതുകൊണ്ട് പാലം കാണാൻ പറ്റില്ല. അങ്ങോട്ട് മുമ്പിൽ ഇറങ്ങുന്നില്ല. നമ്മൾ പോകുന്ന വഴി തന്നെ കണ്ടുകൊണ്ട് പോകാം എന്നാണ് വിചാരിക്കുന്നത്. ഒരുപാട് പേര് ഈ ഒരു പാലത്തെക്കുറിച്ചും പാലത്തിൻ്റെ ചരിത്രവും ഒക്കെ വളരെ ഡിസ്ക്രൈബ്ഡ് ആയിട്ട് തന്നെ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരുപാട് അതിലോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. എൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ എൻ്റെ ലിങ്ക് എൻ്റെ ചരിത്രവും മറ്റുമൊക്കെ പറയുന്ന ലിങ്കും വീഡിയോസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇവിടെ എനിക്ക് കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് കടലാണ്. കടലിൻ്റെ മരതക നിറമാണ്, പച്ച നിറം. പിന്നെ അതോടൊപ്പം തന്നെ ഏകദേശം 2 ദിവസം കൂടെ കഴിയുമ്പോൾ ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്ത് 2 ദിവസം കൂടെ കഴിയുമ്പോൾ ഇന്ന് നവംബർ 2-ാം തീയതിയാണ്. ഇത് ഏകദേശം ഒരു നവംബർ മിഡൊക്കെ കഴിഞ്ഞ ശേഷം ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുക. ഒരു 4-ാം തീയതി 5-ാം തീയതിയോട് കൂടി വൃത്തിഹരായി തുറക്കാൻ പോകുന്ന പുതിയ പാമ്പൻ പാലം രാജ്യത്തിനായ ഇന്ത്യൻ പ്രധാനമന്ത്രി തുറന്നു കൊടുക്കുക. അതിൻ്റെ പണിയൊക്കെ നടക്കുകയാണ്. ഈ ഒരു പാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് പുതിയതായി വരുന്ന പാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കപ്പൽ വരുമ്പോൾ അത് വൃത്തിഹരായി തുറക്കാൻ പറ്റുന്നു. അതായത് ഇത് എൻ്റെ അടുത്തൂടെ കപ്പൽ പോകുന്ന സമയത്ത് ഈ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതൊരു ട്രെയിൻ ഗതാഗതത്തിലുള്ള ബ്രിഡ്ജാണ്. അത് തുറന്ന്, അതായത് 2ആയിട്ട് പോകുകയും നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജൊക്കെ കണ്ടിട്ടുണ്ട്. ലണ്ടൻ ബ്രിഡ്ജ് പോലെ തുറന്ന് കൊടുക്കാൻ പറ്റുന്ന, തുറന്ന് കപ്പലുകൾക്കും വലിയ ബോട്ടുകൾക്കും ഫെറികളുണ്ടല്ലോ, ഫെറികൾക്കും ഒക്കെ കടന്നു പോകാൻ കഴിയുന്ന രീതിയിലാണ് അതിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളും ഒക്കെ. രാജ്യത്ത് തന്നെ ഒരു പുതിയ എൻജിനീയറിംഗ് വിസ്മയം എന്ന് പറയുന്ന ഒന്നാണ്. പഴയ പാമ്പൻ പാലത്തിൻ്റെ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മുടെ 1968 ഉണ്ടായ ശക്തമായ ചുഴലിക്കാറ്റിൽ തകർന്നു പോയ പാമ്പൻ പാലം. പാമ്പൻ പാലം എന്ന ട്രെയിൻ പാലം, ട്രെയിൻ പോകാനുള്ള പാലം എന്നത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിക്കി പോകുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോഴും വായിച്ച ചില ഓർമ്മകളിൽ നിന്ന് എടുത്തു പറയുന്നതാണ്. നമ്മൾ ഒരിക്കലും ഈ വീഡിയോയുടെ വോയിസ് ഓവർ കൊടുക്കുന്നതായാലും ഒന്നും സ്ക്രിപ്റ്റ് ചെയ്തിട്ടാണ്. അത് എനിക്ക് എൻ്റെ രീതി അതാണ്. അങ്ങനെ എഴുതി വെച്ച് സംസാരിക്കുന്ന, കണാതെ പിടിച്ച് സംസാരിക്കുന്ന, സ്ക്രിപ്റ്റഡായി സാധനങ്ങൾ ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കില്ല. അതേപോലെ ഒരു ടോക്കിന് പോയപ്പോഴും അതൊരു പ്രിപ്പയർ ചെയ്യും എന്നുള്ളത് അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു വായന, അതിനപ്പുറത്തേക്ക് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത് ടോക്ക് ചെയ്യാറില്ല. 35 കോടി രൂപ, 535 പരം കോടി രൂപ ചെലവാക്കി റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് RV എന്നതിൻ്റെ എഞ്ചിനീയറിംഗ് ടീമാണ് ഈ ഒരു പാലം ഉണ്ടാക്കിയത്. അതായത് നമ്മൾ യാത്ര ചെയ്ത പാലമല്ല, നേരത്തെ കണ്ട പാലം. ഇത് മണ്ഡപം എന്ന് പറയുന്ന സ്ഥലത്ത് തുടങ്ങി രാമേശ്വരം, അതായത് രാമനാഥപുരത്തെ കണക്ട് ചെയ്യുന്നതാണ്. ആക്ച്വലി പാമ്പൻ പാലം എന്ന് പണ്ട് പറഞ്ഞിരുന്നത് രാമേശ്വരത്തെയും ശ്രീലങ്കയും ബന്ധിപ്പിച്ചിരുന്ന റെയിൽ ഗതാഗതത്തെയായിരുന്നു. പിന്നീട് അത് തകർന്നു പോവുകയും പലപ്പോഴായിട്ട്
ഇന്ത്യ ഗവൺമെന്റ് താല്പര്യം അറിയിച്ചിട്ടും ശ്രീലങ്ക ഗവൺമെന്റിന്റെ താല്പര്യമില്ലായ്മ കൊണ്ട് നടക്കാതെ പോയതൊക്കെ ഒരു പദ്ധതിയാണത്. പക്ഷെ നടപടി ഭയങ്കര ഗംഭീര സാധനമായാണ് കേട്ടോ. കാരണം നമുക്ക് ശ്രീലങ്കയിലേക്ക് ധനുഷ്കോടിയിൽ നിന്ന് 38 കിലോമീറ്ററേ ഉള്ളൂ. കൊല്ലത്ത് നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ കുട്ടിയം എന്ന് പറയുന്ന ഭാഗത്ത് എത്തുന്ന ആ ഒരു അത്രയും ദൂരം പോലും ഇല്ല ധനുഷ്കോടിയിൽ നിന്ന് രാമേശ്വരത്തേക്ക്. അപ്പം അത്തരം ട്രാൻസ്പോർട്ടേഷൻ സാധ്യതകൾ നമ്മൾ നോക്കണം. കാരണം നമ്മൾ വിമാനത്തിൽ പോകുന്നതൊക്കെ എന്തോരോ ചെലവേറിയ കാര്യമാണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്നു. അതിൻ്റെ ഒരു പ്രോസസ്സ്, അതിൻ്റെ ഒരു ടൈം ലാഗ് ഒക്കെ നമുക്കറിയാം. ഒരു ട്രെയിൻ കിട്ടിയിട്ട് 1 മണിക്കൂർ കൊണ്ട് അവിടെ എത്തുമെന്നേ. അത്രയും ഈസി ആയിട്ട് നമുക്ക് സഞ്ചരിക്കാൻ സാധ്യതകളുള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഇപ്പോഴും അത് നോക്കാതെ മറ്റ് റിസോഴ്സുകളിലേക്ക് നമ്മൾ പോകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. നമ്മൾ മണ്ഡപം എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാഴ്ചകളുണ്ട്. മണ്ഡപം എന്ന് പറയുന്നത് ഒരു കാലത്ത് ശ്രീലങ്കയിൽ നിന്ന് വരുന്ന ശ്രീലങ്കയിലെ കലാപം നടക്കുന്ന സമയത്ത് തമിഴ് വംശജരും സിംഹള വംശജരും പിന്നെ തമിഴ് എത്തിയും ശ്രീലങ്കൻ ആർമിയൊക്കെ ആയിട്ട് ആഭ്യന്തര യുദ്ധം നടക്കുന്ന സമയത്ത് ഇവിടെയായിരുന്നു പിന്നെ ശ്രീലങ്കൻ അഭയാർത്ഥികൾക്ക് ക്യാമ്പ് കൊടുത്തിരുന്നത്. അഭയാർത്ഥി ക്യാമ്പ് ഇപ്പോഴും ഇവിടെ പലരും ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അറിവ്. ചിലർ യുദ്ധം കഴിഞ്ഞു തിരിച്ചു പോയി എങ്കിലും, ചിലർ തമിഴ്നാടിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോയി എങ്കിലും, ചിലർ ഇവിടെ തന്നെ താമസിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും അതിൻ്റെ അവശേഷിപ്പുകളുണ്ട് എന്നൊരു വായനയൊക്കെ പലയിടത്തും കണ്ടിട്ടുണ്ട്. അത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയണം. അതിനെക്കുറിച്ച് അറിയുന്നവരോട് കമൻറ്റ് ചെയ്തേക്കണേ. അത് കഴിയുന്നത് എൻ്റെ ചാനലിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുമോ പറയുന്നത് വളരെ കുറച്ച് പേർത്താണ്. അതായത് എനിക്കറിയാൻ കുറച്ച് ക്യൂരിയോസിറ്റി ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാവോ എന്ന് ചോദിക്കുന്നത്. വെറുതെ നമ്മൾ കമൻറ്റ് ചെയ്ത് പോകുന്നത് എത്രമാത്രം ചോദിക്കുന്നത് പലപ്പോഴും ക്ലീശയായിട്ട് തോന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ശരി ഏതാണെന്ന് കമൻറ്റ് ചെയ്യൂ ഇതൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ. എന്തോ ഒരു സുഖം എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും ഞാൻ എനിക്ക് കുറിച്ച് അറിയണമെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ് കമൻറ്റ് ചെയ്യൂ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ നേരെ ഏർവാടി ദർഗയിലേക്കാണ് പോകുന്നത്. ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട് രാമേശ്വരം ടു ഏർവാടിയിലേക്ക് പോകുന്നത്. അപ്പോൾ അത് അവിടെ ഒരു നേർച്ചയുണ്ട്. നമ്മുടെ ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് എനിക്ക് ഒരു റോഡ് ആക്സിഡൻറ്റ് പറ്റിയിരുന്നു. എനിക്കും എൻ്റെ അച്ഛനും അനുജത്തിക്കും അമ്മയ്ക്കും. അന്ന് ആക്സിഡൻറ്റിൽ എൻ്റെ അച്ഛനും അനുജത്തെയും ഈ ലോകം വിട്ടു പോയിട്ടുണ്ടായിരുന്നു അവരുടെ ശരീരം. ആ സമയത്ത് അച്ഛൻ്റെ ഒരു സുഹൃത്ത് എനിക്കും അമ്മയ്ക്കും ആരോഗ്യം തിരിച്ചു കിട്ടാൻ വേണ്ടി നേർന്നതാണ് ഏർവാടി ദർഗയിലെ ഒരു 11 പേർക്ക് ഭക്ഷണം കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു നേർച്ചയ്ക്ക് വേണ്ടി പോകണം. കാരണം ഇന്ന് നമ്മൾ എന്തായാലും ഇതുവഴി വരികയാണേ. കൃത്യം പറഞ്ഞാൽ 79 കിലോമീറ്റർ ഉണ്ട് രാമേശ്വരം ടു ഏർവാടി ദർഗ. കുറച്ചു ഇത്തരം റോഡുകളും കുഞ്ഞു കുഞ്ഞു മസ്ജിദുകളും ഒക്കെ ഉണ്ട്. ഇത് ഏതോ ട്രസ്റ്റിൻ്റെ ഏതോ പ്രോപ്പർട്ടി എന്താണ് കോളേജുകളോ എന്താണ് കൃത്യമായിട്ട് അറിയുന്നത്. അപ്പോൾ അവിടെ ഏർവാടി ദർഗയിലേക്ക് പോവാണ്. എന്താണ് അവിടുത്തെ സാഹചര്യങ്ങളെന്നോ രീതിയൊന്നും അറിയില്ല. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വളരെ യാദൃശ്ചികമായിട്ടാണ് അമീൻ പറയുന്നത് ഇങ്ങനെ ഏർവാടി ദർഗയിലൊന്ന് പോയാലോ എന്ന്. ആ സമയത്ത് പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ ഈ ഒരു കാര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ തിരിച്ചു വരുന്ന വഴിക്ക് ചോദിക്കായിരുന്നു അമ്മയോട് ഞാൻ, നമുക്ക് ഇങ്ങനെ പൊയ്ക്കൂടെ ഇവിടെ നേർച്ചയുണ്ടേ എന്ന്. അങ്ങനെ നമ്മൾ തീരുമാനിച്ചു പോവുകയാണ് അങ്ങോട്ടേക്ക്. പോവുകയാണ്. പക്ഷെ അത് കഴിയുമ്പോൾ അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാകുമെന്നുള്ളത് ഒന്ന് കണ്ടായിരുന്നു അറിയണം. തമിഴ്നാട്ടിൽ നിന്ന് വ്യത്യസ്തമായി തമിഴ്നാട്ടിലത്തെ ഒരു പ്രദേശമാണെങ്കിൽ പോലും ദർഗയോട് ചേർന്ന് കാണുന്ന കടകളൊക്കെ മലയാളം ബോർഡുകൾ നമുക്ക് കാണാം.
ഈ കാണുന്ന പച്ച മിനാരം ഉള്ളതാണ് എർവാടി ദർഗ എന്ന് പറയുന്നത്. പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഇന്തോനേഷ്യ ബുദ്ധിമുട്ടുകളുള്ളവര് അത്തരം ആളുകളൊക്കെ രോഗം മാറാൻ വേണ്ടി ഇവിടെ വന്ന് ഏതുപോലെ ഉപ്പുപ്പയോട് പ്രാർത്ഥിച്ചാൽ മതി, ഒരു രോഗശാന്തി ഉണ്ടാവും എന്നൊക്കെയാണ് മിത്തുകൾ പറയുന്നത്. അപ്പൊ ഇതിനകത്തേക്ക് വണ്ടി കയറ്റാൻ അവര് കഴിയുമെന്ന് അറിയുന്നായിരുന്നു. നമുക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഉസ്താദ് നമുക്ക് ധൈര്യമായിട്ട് വണ്ടി കയറ്റിക്കോളൂ, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുകയും നമ്മൾ ഇതിനകത്തേക്ക് വണ്ടി കയറ്റുകയായിരുന്നു. കാരണം ഇവിടെ മൊത്തവും പൂഴി മണ്ണാണ്. മാത്രമല്ല ഒരു ആരാധനാലയത്തിന് ആഘോഷമല്ലേ. ഇതിനകത്തേക്ക് വണ്ടി കയറി കഴിഞ്ഞാൽ എത്രമാത്രം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമെന്നൊന്നും നമുക്കറിയുന്നുണ്ടോ. അപ്പം അവരത് പൂർണ്ണ സുബലത്തോടെ നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ പൊയ്ക്കോളൂ, യാതൊരു പ്രോബ്ലവും ഇല്ല എന്ന രീതിയിൽ പറയുകയും തുടർന്ന് നമ്മൾ അവിടെ ഇറങ്ങി പോവുകയായിരുന്നു. അപ്പം അതെന്തായാലും ഒരു പ്രത്യേക അനുഭവം. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ദർഗ പോലൊരു സ്ഥലത്തേക്ക് പോകുന്നത്. മുൻപ് കോഴിക്കോട് പോയ സമയത്ത് ചരിത്രപ്രസിദ്ധമായ മിഷ്കാൽ മസ്ജിദ്, യമൻ വ്യാപാരിയായ മിഷ്കാല് കൊച്ചിയിൽ സമൂദ്രിയുടെ രാജ്യത്ത് ഒരു മസ്ജിദ് പണിതിരുന്നു. ചരിത്രപ്രസിദ്ധമായ മസ്ജിദാണ്. അവിടെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആക്സസിബിലിറ്റിയുടെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നത് കൊണ്ട്, ആക്സസിബിലിറ്റിയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് കൊണ്ട് അതിൻ്റെ അകത്തേക്ക് കയറിയ കാഴ്ചകൾ കാണാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പം പ്രസിദ്ധമായ ഏർവാടി ദർഗയിൽ ഒന്ന് കയറി കണ്ടു. അതിനകത്ത് വിശേഷമൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. വിശേഷങ്ങളും പൂജയും വർത്തമാനവും നേർച്ചയൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മൾ പതിയെ എവിടെ നിന്ന് ഇറങ്ങുകയാണ്. അതിനകത്ത് വിശ്വസിച്ച് ക്യാമറ അണവുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് പോരുകയാണ് നാട്ടിലേക്ക്. പിന്നെ കുറച്ച് ഇത്തരം ഡ്രൈ ആയ സ്ഥലമാണ്. ആക്ച്വലി എർവാടി ദർഗ നമ്മുടെ ഡിസ്ട്രിക്ട് എന്നൊരു സ്ഥലമാണ്. പക്ഷേ ഒരനുഭവമാണ് എന്നാ പെട്ടെന്ന് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് അങ്ങനൊരു തോട്ട് ഉണ്ടാവുകയും നമ്മൾ ഇവിടെ വരികയൊക്കെ ചെയ്തിരുന്നു. കേരളത്തിൽ നിന്നാണ് ഭൂരിഭാഗം ആളുകൾ ഇവിടെ വരുന്നത്. കുറേ മലയാളികളെ കണ്ടു. അവിടെ മെഡിറ്റേഷൻ ചെയ്യുന്നവര്, നേഴ്സുകളുമായിട്ട് വരുന്നവരൊക്കെ. തമിഴ്നാട് സ്റ്റേറ്റ് ഹൈവേ കൂടാണ് നമ്മൾ പോകുന്നത്. ഒന്ന് ഡൈവേർട്ട് ആയിപ്പോയി എവിടെയോ വെച്ചിട്ട്. പിന്നെ ഉള്ള യാത്രകളൊക്കെ സ്റ്റേറ്റ് ഹൈവേ ആയിരുന്നു. ഇത്തരം ചെറിയ കുഞ്ഞു കുഞ്ഞു കുറ്റിക്കാടുകളാണ് കുറെ അധികം ദൂരം ഉള്ളത്. മേഘങ്ങളുടെ ചിത്രക്കൂട്ട്. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പല കാലങ്ങളിലും പല സമയങ്ങളിലും പല സമയങ്ങളിലും ഇത്തരം മേഘചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഭയങ്കര രസമാണ്. നിങ്ങൾ ആ ഒരു കറ്റാടി യന്ത്രം കണ്ടിരുന്നേ? അപ്പൊ അത് അതിൻ്റെ ഒരു വലിപ്പം നമ്മൾ അറിയണമെങ്കിൽ അതിൻ്റെ കീഴിൽ പോകണം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം കാറ്റാടിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന സ്റ്റേറ്റുകളിൽ ഒന്നാണ് തമിഴ്നാട്. തമിഴ്നാടിൻ്റെ തുറന്ന പ്രദേശങ്ങൾ ധാരാളം ഉണ്ട്. അപ്പൊ അവിടെ കൃഷിസ്ഥലങ്ങളുമൊക്കെ അവിടെ ഇത്തരം വൈദ്യുതിയുടെ ഉത്പാദനത്തിന് ഒരുപാട് പോസിബിലിറ്റീസും ഉണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിൽ ആദ്യത്തെ 5 വരുന്ന ഒന്നാണ് തമിഴ്നാട്. അത്രയും വൈഡായിട്ട് ലാൻഡ് അവിടെ ഉണ്ട്. നോമാൻസ് ലാൻഡ് എന്ന് പറയുന്ന സ്ഥലങ്ങളാണ് ഒരുപാട് തമിഴ്നാട്ടിലുണ്ട്. അപ്പൊ ഇത്തരം സാധ്യതകളൊക്കെ അവര് ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റേറ്റ് ഹൈവേ ആണെങ്കിൽ പോലും ഉന്നത നിലവാരം പുലർത്തുന്നതാണ്. തമിഴ്നാട്ടിലെ റോഡുകളെ കുറിച്ചിട്ട് നമ്മൾ എടുത്ത് പറയേണ്ട ഒന്നാണ് കേട്ടോ. നമ്മുടെ അടിസ്ഥാന സൗകര്യം എത്രമാത്രം പിറകിലാണ് എന്നുള്ളത് ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്നതാണ്. നമ്മുടെ റോഡുകളുടെ നിലവാരം എത്രമാത്രം പിറകിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന പലപ്പോഴും കേരളത്തിന് പുറത്ത്, പ്രത്യേകിച്ച് മറ്റ് സൗത്ത് ഇന്ത്യൻ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോഴാണ് എന്ന് പറഞ്ഞും വായിച്ചുമൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ നേരിട്ടത് അനുഭവിക്കുകയായിരുന്നു.
തമിഴ്നാട്ടിൽ ഉൾപ്രദേശങ്ങളിലെ റോഡുകൾ പോലും നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് വലുതൊക്കെ ഉൾപ്രദേശങ്ങളിലൊക്കെ പോയിരുന്നു എങ്കിൽ പോലും അവിടുത്തെയൊക്കെ റോഡുകളുടെ ഒരു നിലവാരം എന്നിട്ട് പറയേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ. കുറേ നേരം ഇനി ഇത്തരം കാഴ്ചകളാണ് പലരെയും മടുപ്പിക്കും എന്ന് പറയുന്നെങ്കിലും ഈ യാത്രയിൽ ഒരു നിമിഷം പോലും ഞാനൊന്ന് ഉറങ്ങുകയോ ഒന്നും ചെയ്തു. പൊതുവെ വണ്ടിയിൽ കയറിയാൽ ഉറങ്ങാറുണ്ട്. ഒരു 11:30 12 രാത്രി. അത് കഴിഞ്ഞാൽ 10 ഉറങ്ങാറുണ്ട്. പക്ഷെ ആ, ഒന്ന് ക്ഷീണം കൊണ്ട് പോലും ഏത് യാത്രക്കിടയിൽ ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ പോലും ക്ഷീണം കൊണ്ട് പോലും ഒന്നും ഉറങ്ങിയിട്ടില്ല. ഇതൊരു ഗുണമാണ്. നമ്മൾ വരുന്ന വഴിക്ക് ഒരു ക്ഷേത്രം കണ്ടു. ക്ഷേത്രത്തിന്റെ ഗുണമാണ്. തമിഴ്നാട്ടില് ഇത്തരം കുളങ്ങള് ജലസംഭരണികൾ എന്ന് പറയുന്ന ആഘോഷത്തിന്റെ ഒരു കേന്ദ്രമാണ്. അപ്പൊ ഇത് അത്തരം ഒന്നാണ് ഇത്. മധുരയിൽ ഇത്തരം ഒരു ഗുണമുണ്ട്. മധുര നഗര ഹൃദയത്തിൽ തന്നെ അടിപൊളി നല്ല രസകരമായ കാഴ്ചയായിരുന്നു. പിറകെ നമ്മൾ വീണ്ടും ഒന്ന് വഴിതെറ്റി നാഷണൽ ഹൈവേയിലോട്ട് കയറി. ആക്ച്വലി ഇത് ഇങ്ങനെ കയറേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ വീണ്ടും നമ്മളത് തെറ്റിച്ച് പോവാണ് യഥാർത്ഥ വഴിയിലൂടെ. കേരളത്തിലേക്ക് വരുന്ന വഴിക്ക് കണ്ട ഒരു പാറക്കൂട്ടാണ്. എന്താണിത് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞൊരു പേര് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. അറിയത് നിങ്ങൾക്ക് അറിയാൻ ആകാംക്ഷയുണ്ട് വീണ്ടും പറയാണ്. രസകരമാണ് കേട്ടോ. ഇത് ഒരു എന്താ പറയാ ഒരു ആന കിടക്കുന്നത് പോലൊക്കെ തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇതൊരു ഗ്രാനൈറ്റ് ക്വാറിയാണ് എന്നുള്ളതാണ്. ഇവിടെ നിന്ന് സർവേ കട്ടുകളൊക്കെ ഉണ്ടാക്കിയെടുത്ത് കൊണ്ടുപോകുന്ന ഒരു സ്പേസ് ആണെന്ന് തോന്നുന്നു. നിങ്ങൾ ആ മാമ്പ് കണ്ടോ? ഞാനത് പോസ് ചെയ്ത് കാണിക്കാം. നമ്മുടെ തമിഴ്നാടിന്റെ കണ്ണുമലൈ എന്ന് പറയുന്ന ഒരു വളരെ റൂറലായ ഒരു ഭാഗമാണ് യാത്ര ചെയ്യുന്നത്. തമിഴ്നാട് സ്റ്റേറ്റ് ഹൈവേ ആണ്. എന്നെ ഇവിടെ അട്രാക്ട് ചെയ്തൊരു കാര്യം ഇവിടുത്തെ ഉൾപ്രദേശങ്ങളിൽ വരെ ബസ് സ്റ്റാൻഡുകള് വീൽചെയർ ആക്സസിബിൾ ആണ്. എന്റെ സംശയങ്ങൾ ഇവിടെ എനിക്ക് അറിയത്തില്ല. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വീൽചെയർ ആക്സസിബിൾ ആണോ എന്നുള്ളതാണ്. അതറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. അത് നമ്മുടെ സ്റ്റേറ്റിന്റെ പൂർത്തിയാവുന്ന ഒരു മോഡലാണ്. മണി 3-3:30 ഇതുവരെ ആഹാരമൊന്നും കഴിച്ചിട്ടില്ല. തമിഴ്നാട്ടിൽ നിന്ന് അതായത് രാമേശ്വരത്ത് നിന്ന് വരുന്ന സമയത്ത് ഒരു 3 പൂരി കഴിച്ചു. നല്ല വിശപ്പുണ്ട്. സത്യത്തിൽ നല്ല റെസ്റ്റോറൻറ്റുകളൊന്നും നമുക്ക് വരുന്ന വഴിക്ക് കാണാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ആ ഭക്ഷണം കഴിക്കാതിരുന്നത്. ഇന്നിപ്പോൾ 5ാമത്തെ ദിവസമാണ്. കഴിഞ്ഞ 4 ദിവസത്തെ ഒരിടത്ത് പോലും നമുക്ക് ഭക്ഷണങ്ങളുടെ കാര്യത്തിൽ വയറിന് മോശം പറ്റിയ ഒന്നും ചെയ്യത്തതാണ്. നമ്മളെ വിശന്നിരുന്നാലും ശരി പിന്നെ നല്ല റെസ്റ്റോറൻറ്റ് നമുക്ക് കാഴ്ചയിൽ എന്നാൽ അത്യാവശ്യം ആളുകൾ വരുന്ന ഇടങ്ങളിൽ റിവ്യൂയൊക്കെ നോക്കിയിട്ട് ആണ് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് വയറിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. ഈവൻ പാലും ചായയൊക്കെ കുടിച്ചിട്ട് പോലും അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല. കേരളത്തോട് നമ്മൾ അടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അതനുസരിച്ചിട്ട് ഭൂപ്രകൃതിയിലൊക്കെ മാറ്റങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഏത് രസമാണ് കേട്ടോ. ആ ഒരു തെങ്കാശിയോട് അടുക്കും തോറുന്ന കാഴ്ചകൾ കണ്ണിന് അത്രമാത്രം ഇമ്പം പകരുന്ന കാഴ്ചകളാണ്. ഒരുപാട് കൃഷിയിടങ്ങളാണ്. ഇത്രയും കൃഷിയിടങ്ങൾ തമിഴ്നാട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു. മാത്രമല്ല വേറൊരു കാര്യം എൻ്റെ GDP-യുടെ 9.9% സംഭാവന കൊടുക്കുന്നത്. അത് 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന എൻ്റെ GDP-യുടെ 3%. എൻ്റെ GDP-യുടെ സംഭാവനയിൽ ടോട്ടല് 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന തമിഴ്നാടാണ്. എൻ്റെ 9.9% വരും ഇവിടുത്തെ ഇന്ത്യൻ GDP-യിലേക്ക് ഇവിടെ സംഭാവന എന്ന് പറയുന്നത്. 4-4:30 വിശപ്പ് നന്നായിട്ട് ഉണ്ട്. പൊണ്ണ പേട ലഡു നട്ട്സ് ഒക്കെ കഴിച്ചിട്ട് നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവാ. കാരണം വയറിന് പണികിട്ടിയാല് അറിയാമല്ലോ ബുദ്ധിമുട്ട് എന്താണെന്നൊക്കെ. അപ്പൊ ഉള്ളത് കൊണ്ട് നമ്മള് വിശപ്പ് മാറ്റി പോവാ. നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ആദ്യത്തെ വീഡിയോ കാണിച്ച തെങ്കാശിയുടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്.
അതിന്റെ പേര് മറന്നുപോയി. ആ റെസ്റ്റോറൻറ്റിൽ തന്നെ ചെന്ന് ഭക്ഷണം കഴിക്കാവുന്നതാണ്. നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂറുകൂടെ യാത്ര ചെയ്ത് തന്നെ എത്തും അവിടെ. അപ്പൊ ആ ഒരു ലക്ഷ്യം സ്ഥാനം മനസ്സിൽ വെച്ചിട്ട് യാത്ര ചെയ്യാണ്. വാവ്! നിങ്ങൾ ആ വിഷ്വൽ കണ്ടോ? ഇത് ക്യാമറയിൽ കാണുന്നതിനുമൊക്കെ അപ്പുറത്താണ്. കണ്ണുകൊണ്ട് നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് ശരിക്കും പ്രകൃതി ഉന്നിൽ ഒതുക്കി വെച്ചിരിക്കുന്ന വിസ്മയങ്ങളെ പൂർണ്ണമായി കാണാൻ, പൂർണ്ണമായി അറിയാൻ മനുഷ്യനെന്നും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അതിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അപ്പോഴും നമ്മൾ പറയുന്നത് നമ്മൾ എന്തോ ആണ് എന്നൊക്കെയാണ്. നമ്മളൊക്കെ ഒന്നുമല്ല. നമ്മൾ എത്രയോ ചെറുതാണ്. എത്രമാത്രം ചെറുത്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളെ ചുറ്റുകൊണ്ടുള്ള കാഴ്ചകളും പ്രശ്നങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. വേറെ ഒന്നുമല്ല. കാരണം ഇത് കാണേണ്ടതാണ്. കുട്ടികൾ യാത്ര ചെയ്തത് നിങ്ങൾ കണ്ടോ? ഒരു ഓട്ടോറിക്ഷയുടെ പുറകില് ഇരുന്ന് കാഴ്ചകൾ കണ്ടിട്ടാണ് പോകുന്നത്. ആ ഒരു കറ്റാരിമല വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ കറ്റാരിമല കണ്ടോ? ഞാൻ ആ കുട്ടികളുടെ ഇരിപ്പിലേക്ക് ഞാൻ തിരിച്ചു വരാം. ആ കുട്ടികൾ വണ്ടി ഓട്ടോയുടെ പുറകിൽ ഇരുന്നിട്ടാണ് സ്കൂളിൽ പോവുകയും ചെയ്യുന്നത്. ഇതൊക്കെ ഒരു അനുഭവമാണ്. ഇവിടെ കർഷകര് ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ, കർഷകര് അവരെ പിന്നെ നിന്ന് റോഡിലേക്ക് ഇടും. റോഡിലേക്ക് ഇടുന്ന സമയത്ത് ഇതേപോലെ പോകുന്ന വണ്ടി അതിന്റെ പുറത്ത് കയറി നിന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റും. ഓരോരോ രീതിയിലാണ് ഓരോരോ സ്ഥലത്തെ മനുഷ്യന്മാര് ഓരോന്നൊക്കെ ചെയ്തും കണ്ടും ഒക്കെ പോകുന്നത്. ഓരോരോ മെത്തേഡുകൾ അവര് ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിനെ കുറച്ചുകൂടി ഈസിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ആ തെങ്കാശി എത്താറായി. ആ ഒരു ഗ്രീനിഷായ ചുറ്റുപാടുകൾ കാണുന്നുണ്ട്. ആ ചുറ്റുപാടുകളെ നമ്മളോട് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട് ആ മലകൾക്കപ്പുറത്ത് സഹ്യന്റെ അപ്പുറത്ത് ഒളിച്ചിരിപ്പുണ്ട്. നിങ്ങൾ വേഗം വായോ എന്നുള്ളതാണ്. ഇത്തരം നന്ന് മീൻകറി കൂട്ടി ചോറുണ്ണണം. മീൻ കഴിച്ചിട്ട് 4-5 ദിവസമായി. നീലഗിരിയുടെ സ്ത്രീകളെ ജ്വാലാമുഖികളെ കവിവചനാണ്. ഇത് നീലഗിരിയൊന്നുമല്ല, ഇത് അഗസ്ത്യാർകുട മലനിരകളാണ്. തെങ്കാശിയെയും കേരളത്തെയും വേർതിരിക്കുന്ന അഗസ്ത്യാർകുട മലനിരകൾ. ഇപ്പൊ ചെങ്കോട്ടയായി എത്താതായി. നമ്മുടെ ഉബൈദ് റെസ്റ്റോറന്റ്, പേരിപ്പഴാണ് ഓർമ്മ വന്ന്, ഉബൈദ് റെസ്റ്റോറന്റിലേക്ക് എത്താതായി. ഒരു 3-4 മിനിറ്റ്. തെങ്കാശിയിൽ ഒരുപാട് ഇത്തരം നിർപ്പാടങ്ങളുണ്ട്. അതൊരു ഗംഭീര കാഴ്ചയായിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ സാധിച്ചില്ല. റെസ്റ്റോറൻറ്റിൽ എത്തി. ഭക്ഷണ കൂട്ടം ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി. ഒരു ചിക്കൻ ബിരിയാണി ക്വാണ്ടിറ്റി വളരെ കൂടുതലാണ് കേട്ടോ. ചൂട് ചിക്കൻ ബിരിയാണി ആയിരുന്നു. പിന്നെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് ഇന്നൊരു 4 മണിക്കൂർ 3.5 മണിക്കൂർ യാത്രയുണ്ട് കേരളത്തിലേക്ക്. നമ്മൾ ബിരിയാണിയും അൽഫാമുമാണ് പറഞ്ഞത്. 3 ദിവസമായി നോൺ വെജ് കഴിച്ചിട്ട്. ഇനി പതിയെ നമ്മളങ്ങ് പോവാണ് കേരളത്തിലേക്ക്. നമ്മുടെ ഈ ഒരു തമിഴ്നാട് ഡയറീസ് ആരംഭിച്ചതിൻ്റെ ആദ്യത്തെ ഭക്ഷണം ഈ റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു. തമിഴ്നാട് ഡയറീസിൻ്റെ യാത്രക്കിടയിലെ അവസാനത്തെ ഭക്ഷണവും ഈ ഉബൈദ് MSK റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. തീർച്ചയായും ആശിച്ചിട്ടുള്ളത്. തീർച്ചയായും സുഹൃത്തുക്കൾ ഇതൊരു ബോധിക്കും ഉറപ്പായിട്ടും പ്രിഫർ ചെയ്യാവുന്ന ഒന്നാണ്. ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒന്നാണ്. പിന്നെ ഒരു 3 മണിക്കൂർ യാത്ര, 3-4 മണിക്കൂർ യാത്ര. കാറ്റൊക്കെ നല്ല കാറ്റുണ്ട്. പ്രകൃതിയുടെ കാഴ്ചകൾ കണ്ട് പതിയെ ഡ്രൈവ് ചെയ്ത് പോകാം. തെങ്കാശിന്ന് കേരളത്തിലേക്കുള്ള യാത്ര 6 മണി കഴിഞ്ഞ് കുറച്ച് ഡ്രൈവ് ഭയങ്കര ദുഷ്കരമാണ്. അപ്പൊ അത് നല്ല ശ്രദ്ധയോടെ പോകേണ്ട ഒന്നാണ്. അപ്പൊ ഇതുവഴി പോകുന്നവരൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ ചില കാഴ്ചകള് നമ്മളെ ഭയങ്കരമായിട്ട് അങ്ങ് നിശബ്ദനാക്കും. അതേപോലൊരു കാഴ്ചയാണ് അഗസ്ത്യാർകുട മലനിര. അവിടെ ഇരുന്ന് സൂര്യന്റെ സായം കിരണങ്ങൾ കൊണ്ട് പതിക്കുന്നു.
അതിന്റെ മേനാപ്പ് പോലെ മേഘങ്ങൾ ചെറുമേഘങ്ങൾ വന്ന് മൂടുന്നു. എനിക്കത് എന്താ പറയാ നിർവ്വാണ എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ് അത് കാഴ്ചകൾ നമ്മൾ. അങ്ങനെ നമ്മള് നമ്മുടെ തമിഴ്നാട് ഡയറീസിന്റെ അവസാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ വീട്ടിലെത്താനായി ഒരു 2 മിനിറ്റ്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് നമ്മളോടൊപ്പം യാത്ര ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ നിൽക്കുക. അപ്പോൾ എൻ്റെ കൂടെ ഓരോരുത്തരും നിങ്ങളോട് ബൈ പറയുകയാണ്. ശരി എന്നാ. ഹായ്. Bye guys. Bye bye.